ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഓരോ പ്രഭാതങ്ങളും ദൈവം നമുക്ക് തരുന്ന ദാനമാണ്. ആ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ പ്രഭാത വന്ദനയുടെ ചിന്താവിഷയം വലിച്ചെടുപ്പിക്കുന്ന ശക്തി എന്നുള്ളതാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. യോഹന്നാൻ 12:32. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. സകല മനുഷ്യരെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാന്തിക ശക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് കാൽവറി ക്രൂശിൽ ചെയ്ത ആ മഹാത്യാഗം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മനുഷ്യന്റെ വാക്കുകൾ കൊണ്ട് വിവരിപ്പാൻ ഒരിക്കലും അത് സാധ്യമല്ല. പാപത്തിന്റെ തീച്ചൂളയിൽ വെന്തെരിഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ തന്റെ ജീവൻ ബലിയായി നൽകിയ ഒരു കർത്താവ് ആണ് നമുക്കുള്ളത്. ഒരിക്കൽ ഒരു രാജാവും മന്ത്രിയും തമ്മിൽ ആത്മീയ വിഷയങ്ങളിൽ തർക്കമുണ്ടായി. ഈ രാജാവ് മന്ത്രിയോട് ചോദിച്ചു, ദൈവം എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്? യേശു ക്രിസ്തുവിനെ അയക്കാതെ വേറെ ആരെയെങ്കിലും അയച്ചുകൂടായിരുന്നോ? അതിന് മന്ത്രി മറുപടി അദ്ദേഹത്തിന് കൊടുത്തു. ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചും ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചും തനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഈ മന്ത്രി രാജാവിനോട് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ ഈ രാജാവ് തയ്യാറായില്ല. വാക്കുകൾ കൊണ്ടൊന്നും യേശുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഈ മന്ത്രിക്ക് സാധിച്ചില്ല. അവസാനം അദ്ദേഹം സ്വയം തീരുമാനിച്ചു, എന്തെങ്കിലും ഒരനുഭവത്തിൽ കൂടെ മാത്രമേ ഈ രാജാവിനെ ഈ സത്യം ബോധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി മന്ത്രി ഒരു പദ്ധതി രൂപീകരിച്ചു. ഒരു ദിവസം അദ്ദേഹം ഈ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, അടിയനൊരു വിനോദയാത്ര രൂപീകരിക്കുന്നുണ്ട്. അതിനുവേണ്ടി രാജാവും കുടുംബവും കടന്നു വരണം. ഒരു പുഴയിലൂടെ ബോട്ടിലാണ് യാത്ര. മന്ത്രിയുടെ ഈ ആവശ്യം കേട്ട് രാജാവിന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, ഞങ്ങൾ കുടുംബമായി തന്നെ വരാം. അങ്ങനെ അവർ ആ ഒരു ദിവസം തീരുമാനിച്ചു. അങ്ങനെ അവരുടെ വിനോദയാത്ര പുഴയിലൂടെ ഒരു ബോട്ടിൽ യാത്ര ആരംഭിച്ചു. പെട്ടെന്നാണ് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് സംഭവിച്ചത്. രാജകുമാരൻ ബോട്ടിന്റെ ഏറ്റവും പുറകുവശത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണു. ഇത് കണ്ട് രാജാവ് തന്റെ ഓമനപുത്രൻ പുഴയിലേക്ക് വീഴുന്നത് കണ്ട് അലറി വിളിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടി തന്റെ മകനെ പൊക്കി രക്ഷപ്പെടുത്തി ബോട്ടിലേക്ക് കയറ്റിയ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. അത് രാജകുമാരനായിരുന്നില്ല. രാജകുമാരന്റെ വേഷം ധരിച്ച ഒരു ഡമ്മിയെയാണ് രാജാവ് വെള്ളത്തിൽ നിന്നും പിടിച്ചുയർത്തിയത്. മന്ത്രി തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗം മാത്രമായിരുന്നു അത്. രാജാവിനെ തിരികെ ബോട്ടിൽ പ്രവേശിപ്പിച്ച ശേഷം മന്ത്രി കാര്യങ്ങളെല്ലാം രാജാവിനോട് വിവരിച്ചു. പ്രഭു, ഈ ബോട്ടിൽ അനേകം പരിചാരകരും അനേകം വ്യക്തികളും ഉണ്ടായിരുന്നു. എന്നിട്ടും തന്റെ കുമാരൻ വെള്ളത്തിൽ വീണതറിഞ്ഞുകൊണ്ട് രാജാവ് തന്നെ എന്തിനാണ് വെള്ളത്തിലേക്ക് എടുത്തു ചാടിയത്? പരിചാരകരെ ആരെയെങ്കിലും നിയോഗിച്ചുകൂടായിരുന്നു? അപ്പോഴാണ് ഈ മന്ത്രി പറഞ്ഞതിന്റെ യുക്തി എന്താണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടത്. അപകടത്തിൽപ്പെട്ടത് അങ്ങയുടെ മകൻ ആയതുകൊണ്ടാണ് അങ്ങ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത്. അതുപോലെ ദൈവത്തിന്റെ മക്കളായ നമ്മെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കുവാനും രക്ഷ നൽകുവാനുമാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. ഒരു വലിയ ആത്മീയ സത്യം വ്യക്തമാക്കുവാൻ മന്ത്രി പ്രയോഗിച്ച ഈ കൗശലം ഓർത്ത് രാജാവ് മന്ത്രിയെ വളരെയധികം അഭിനന്ദിച്ചു. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി. നമ്മൾ തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, സർവ്വലോകത്തെയും ദൈവത്തിങ്കിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന കാന്തിക ശക്തിയാണ് കർത്താവിന്റെ സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹമുള്ളവരായി നമുക്ക് മാറാം. അതിനായി ഈ നല്ല പ്രഭാതത്തിൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും അടിയങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും
എല്ലാ ദൈവീയ കൃപകളും നൽകി ഒരു പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളും ഒന്നും അടിയങ്ങൾ ഒരിക്കലും മറന്നു പോകാതെ ദൈവസ്ഥലം നന്ദിയുള്ളവരായി ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ നല്ല സാക്ഷികളായി അനേകരെ കർത്താവെ ഈ നാശകരമായ ലോകത്തിൽ നിന്നും വിളിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഓരോ മക്കൾ അടിയങ്ങളിലൂടെ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം തമ്പുരാന്റെ കൃപ കൂടെ ഇരിക്കണമേ. വ്യസനത്തിനുള്ള മാർഗം അടിയങ്ങൾ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ അടിയങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ രോഗികളായി ഭാരപ്പെടുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ദൈവം ഞങ്ങൾക്ക് എന്ത് ആയുസ് തന്നാലും അത് ദൈവനാമോത്വത്തിനായി ജീവിപ്പാൻ, അനുഗ്രഹത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സ്വർഗീയ കൃപകളാലും നിറച്ചു വഴിനിർത്തണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയെ അപേക്ഷിക്കുന്നു. അതേ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു.